അർച്ചന എവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അർച്ചനയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് നിരഞ്ജനയ്ക്ക് വാക്ക് കൊടുക്കുന്ന ഫൈസി. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അർച്ചനയെ വഴക്ക് പറയുന്ന രാജപ്പ. പെരുമ്പടപ്പ് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നിരഞ്ജനയെ ഉപദേശിക്കുന്ന സ്നേഹപ്രഭ. എറണാകുളത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്ന സുധിയുടെ നീക്കത്തെ ജയന്തി എതിർക്കുന്നു. അർച്ചനയുടെ പ്രസവ സമയത്ത് സുധി മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് വിശ്വനാഥൻ. അർച്ചനയ്ക്ക് വേണ്ടി തെന്മലയിൽ വീട് വാടകയ്ക്കെടുക്കാമെന്ന് കാർത്തിയായനി. രേവതി സജിയുടെ കെണിയിൽപ്പെട്ടു എന്നറിയുന്ന അർച്ചന. പ്രമീളയുടെ വീട്ടിലെത്തുന്ന അർച്ചന സജിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുക്കുന്നു. രേവതിക്ക് അർച്ചനയോടുള്ള പെരുമാറ്റത്തിൽ വന്ന മാറ്റം അമ്പിളിയെ അത്ഭുതപ്പെടുത്തുന്നു. നിരഞ്ജനയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കണ്ടെത്തിയെന്ന് ഫൈസി. ആ കുഞ്ഞിനെ വേണമെന്ന് സുധിയോട് ആവശ്യപ്പെടുന്ന നിരഞ്ജന. അർച്ചനയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നിരഞ്ജന. അർച്ചനയൊന്ന് കാണാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നമുക്കിടയിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ ആൺകുഞ്ഞ. കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന് അമ്പിളിയും രേവതിയും അർച്ചനയോട് പറയുന്നു. അർച്ചന റോസ്മലയിലുണ്ടെന്ന് നിരഞ്ജന അറിയുന്നു. രാത്രി മഴ തുടരുന്നു. എന്റെ മനസ്സിന്റെ പെടച്ചിലുകൊണ്ട് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള മോഹം ഞാൻ നിരഞ്ജനോട് വീണ്ടും പറഞ്ഞു. ഇപ്പൊ ഇങ്ങനൊരു വിഷയം ആവശ്യപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എനിക്ക് പറയാതിരിക്കാൻ കഴിയോ? ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിന്റെ ഉള്ളിലെ പിടച്ചിൽ അവൾക്കറിയില്ലല്ലോ. അവക്കതറിയാം. എങ്ങനെ? അർച്ചനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സുധി അവളോട് പറഞ്ഞിട്ടുണ്ട്. അർച്ചനയല്ലേ അമ്മ പേടിക്കുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. അവനത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിഞ്ഞിട്ടും നിരഞ്ജനയ്ക്ക് ഒരു പിണക്കവും ഇല്ല. എല്ലാം തുറന്നു പറഞ്ഞത് സുധിക്ക് നല്ല മനസ്സുള്ളതുകൊണ്ടാണെന്ന് അവള് പറയുന്നത്. അവര് തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം വിശ്വട്ടിനിപ്പം മനസ്സിലായി കാണുമല്ലോ. രാജപ്പന, അയ്യോ ഒന്ന് എടുക്ക്. അയാളുടെ വിളി വരുമ്പോ തന്നെ നെഞ്ചിലൊരു പിടച്ചില. എന്താ രാജപ്പ? സാറേ, പെണ്ണിനെ ഞായറാഴ്ച അച്ചൻകോവിലെ പെങ്ങളുടെ വീട്ടിലേക്ക് മാറ്റുക. അത് പറയാനാ വിളിച്ചേ. നന്നായി. എല്ലാ സൗകര്യവും രാജപ്പൻ ചെയ്യണം. എന്റെ വീടിനെക്കാളും മെച്ചപ്പെട്ട വീടാ സാറേ അത്. അവൾക്ക് അവിടെ ഒരു കുറവും വരില്ല. ശരി, രാജപ്പൻ വച്ചോ. എന്തായാണ് പറഞ്ഞേ? അത് പിന്നെ ഇപ്പോഴും രാജപ്പനുമായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടല്ലേ? സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്ത് സൗകര്യം നൽകണമെന്ന് അച്ഛൻ പറഞ്ഞത്? അതാടാ രാജപ്പൻ തന്നെ വിളിച്ചത്. നിനക്കെന്ത് വേണം? ഒന്ന് പതുക്കെ. നിരഞ്ജന മുകളിലുണ്ട്. അവൾക്കെല്ലാം അറിയാന്നല്ലേ നീ പറഞ്ഞത്? അത് അവന്റെ രണ്ടാമത്തെ മകളുടെ കല്യാണക്കാര്യം പറയാനാ വിളിച്ചത്. അതിന് സഹായം ചോദിച്ച്. കല്യാണത്തിന് ഒരു കുറവും വരുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കവനോട് കടപ്പാടുണ്ട്. ഇനിയിപ്പോ ഒരു സംസാരമൊന്നും വേണ്ട പ്ലീസ്. രാജപ്പനോട് ഇത്ര സ്നേഹം കാട്ടാൻ മാത്രം സന്മനസ്സുള്ള ആളല്ല അച്ഛനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ലോറിക്കാരനോട് പെരുമ്പടപ്പ് വിശ്വനാഥൻ താഴ്ന്നു കൊടുക്കേണ്ട കാര്യവുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സുധി ഒരു വിഡ്ഢിയല്ലെന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. സുധിയോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിരഞ്ജന പറഞ്ഞു. അതിങ്ങനെ ഇരുന്ന് കേൾക്കേണ്ട വിഷയമല്ല. സുധി പ്ലീസ്, ഇനി എന്റെ വാക്കുകൾക്ക് ചെവിയേറാൻ ഞാൻ സുധിയോട് പറയില്ല. സുധി. എന്താ? നമുക്ക് വഴിപിരിയാ സുധി. നമ്മുടെ ഈ പ്ലേ തുടർന്നിട്ട് എനിക്കോ സുധിക്കോ യാതൊരു പ്രയോജനവും ഇല്ല. സുധിക്കൊരു ദോഷവും സംഭവിക്കാനില്ല. പക്ഷെ അതുപോലല്ല എൻ്റെ കാര്യം. എൻ്റെ സമയങ്ങളാ വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു വിഡ്ഢിയായി തുടരാൻ ഇനി ഞാൻ തയ്യാറല്ല. പിരിഞ്ഞിട്ട് എന്താ നിരഞ്ജന ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് മനസ്സ് പ്രിപ്പയർ ചെയ്യണം. ഞാൻ തിരിച്ചു പോവുകയാണ്. സുധീനെ തിരിച്ചു കൊണ്ടുവിടണമെന്ന് ഞാൻ പറയില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. സുധിക്ക് വീട്ടുകാരോട് പറയാൻ റീസണുണ്ട്. അർച്ചന തന്നെ വിഷയം. എനിക്ക് ആരുടെ മുന്നിലൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നും ഞാൻ സുധിയെ നന്ദിയോടെ ഓർക്കും. പരിഭവമോ പരാതിയോ ഒന്നും എനിക്കുണ്ടാവില്ല. സുധി ഒരു മംഗല്യഭാഗ്യം സുധി എനിക്ക് തന്നു. എന്റെ വീട്ടുകാരും അതുകൊണ്ട് തൃപ്തരാകും. നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയാലും ഈ താലി നിരഞ്ജനെ കാത്തു സൂക്ഷിക്കും. ഞാൻ എന്തായിരുന്നെന്ന് സുധിക്ക് വീട്ടുകാരോട് പറയാതിരിക്കാൻ. അത് വേണ്ടാന്ന് പറയാൻ എനിക്കൊരവകാശവും ഇല്ല. എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സുധി നിരഞ്ജനയുടെ കുറവുകൾ മൂന്നാമതൊരാളോട് പറയരുതെന്നാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല. ഞാൻ കൊണ്ടുവന്നതൊക്കെ എടുത്ത് മടങ്ങുക. നീ അങ്ങനെ പോയാൽ ഞാൻ തോറ്റുപോവില്ലേ? കുറെ തോൽവി ഏറ്റുവാങ്ങിയവനാ സുധി. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് തിരിച്ചടിക്കാൻ വേണ്ടിയാ. നിന്റെ ഭാഗം ന്യായീകരിച്ച് നീ അങ്ങനെ പോയാലോ? അപ്പൊ ഞാനൊരു വെട്ടിയാവണോ അല്ലേ? നിന്നെ ഞാൻ പറഞ്ഞുവിടാം, തടയില്ല ഞാൻ നിന്നെ. പക്ഷെ അതിനു മുമ്പ് ഇവിടെയുള്ളവരെ ചിലതൊക്കെ എനിക്ക് അറിയിച്ചു കൊടുക്കണം. അവരെ അത് അറിയിച്ചു കൊടുക്കാതെ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടാൽ എന്റെ പക എങ്ങനെ തീരും? നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് വെറുതെ ആവില്ലേ? ഇത് ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ ചെയ്യേണ്ടിയിരുന്നു. സുധി തന്നെ. ഇനി നീ കാണാൻ പോകുന്നത് സുധിയുടെ മറ്റൊരു മുഖം. ഞാൻ കാത്തിരുന്ന ആ മുഹൂർത്തം ഇതാ. എന്താ മോളെ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അവൾക്കത് പറയാനാവില്ല. ഞാൻ പറയാം. ഒരു കുഞ്ഞിനു വേണ്ടി അമ്മ തിടുക്കം പിടിച്ചപ്പോൾ ഞാനും അത് ആഗ്രഹിച്ചു. പക്ഷെ ഇനി ആ പ്രതീക്ഷ നമുക്ക് വേണ്ട. നിരഞ്ജനയ്ക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാനുള്ള യോഗമില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം മോളെ, എന്താ നീ പറയുന്നേ? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളിൽ ഒരാൾക്ക് തകരാറുണ്ട്. ഇനി എന്തിനും നിങ്ങളിൽ നിന്ന് ഞാനത് മറച്ചു വെക്കണം? ഞാൻ പറയാം. നിങ്ങളത് അറിഞ്ഞിരിക്കണം. തകരാറ് എനിക്ക്. ഞങ്ങൾ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടിരുന്നു. നിരഞ്ജനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് സ്പേം കൗണ്ട് ഇല്ല. കള്ളം പറയുന്നോടാ. എന്താണ് നിന്റെ ഉള്ളിലിരിപ്പ്? പറയടാ. അച്ഛൻ എന്താ ഇങ്ങനെ? ഞാനൊരു മണ്ടനാണെന്ന് നീ കരുതിയോ? നിന്റെ തന്തയാണോ ഞാൻ? എന്റെ മുന്നിലാണോ നീ നാടകം കളിക്കുന്നേ? ഒന്നുകളയും ഞാനിവരെ. ഇങ്ങനെ ഒരു മകനെ എനിക്ക് വേണ്ട. അച്ഛൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ചെയ്യും. ഇതുപോലെ കഴിവ് കെട്ടവനായി ജീവിക്കുന്നതിൽ ഭേദം അതാ. മോനെ, എന്തിനാ ഞങ്ങളെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? നിനക്കൊരു തകരാറുമില്ല. അമ്മ വെറുതെ ആശ്വസിച്ചിട്ടൊന്നും കാര്യമില്ല. ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതാ. പക വീട്ടുകല്ലടാ നീ എന്നോട്. എന്തിന്റെ പക? ആ ലോറിക്കാരന്റെ മകളെ കൈവിട്ടതിലുള്ള പക. നിങ്ങളോട് പക വീട്ടിട്ട് ഞാനെന്ത് നേടാനാ? ഒരു ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കേണ്ടവരാ ഞാനും നിരഞ്ജനയും. അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? സ്നേഹിച്ചു പോയ പെണ്ണിനെ കിട്ടിയില്ലെന്ന് കരുതി എന്നെ വിശ്വസിച്ച് കൂടെ വന്ന ഇവളെ ഞാൻ ചതിക്കുന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. ഞങ്ങളത് വിശ്വസിക്കില്ല. നിനക്കൊരു അച്ഛനാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഒരു പ്രണയത്തിന്റെ പേരിൽ നിരഞ്ജനയോട് നെറികെട്ട് ഒരു നീക്കത്തിന് ഞാൻ തയ്യാറാവില്ല. നിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ വിവാഹത്തിന് തയ്യാറാവാതിരുന്ന പോരായിരുന്നോ? എന്തിന് മറ്റൊരു പെണ്ണിനെ ഇതിലേക്ക് വലിച്ചഴിക്കണം? അർച്ചനയെ പറ്റി എല്ലാം ഞാൻ നിരഞ്ജനോട് പറഞ്ഞിട്ടുണ്ട്. പരസ്പര വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതൊരു ശാപമാണെന്ന് കരുതിക്കോ. അർച്ചനയുടെ കണ്ണീരിന്റെ വില അത് നിങ്ങൾ അനുഭവിക്കണം. സുധി പറയുന്നത് കള്ളമാണെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം. നിങ്ങളിപ്പോ എന്റെ മുഖമല്ല നോക്കേണ്ടത്, ദേ ഇവളുടെ മുഖത്തോട്ടാ. നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കഴിവുകളും ഉള്ള പെണ്ണാ ഇവള്. ഇവള് ഡിവോഴ്സിന് പോകരുതെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്ക്. ഇവളതിന് തയ്യാറായാൽ മകന്റെ കഴിവുകേട് ലോകമറിയും. അയ്യോ, എടാ, നീ ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വല്ല ബോധമുണ്ടോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛന്റെ അഹങ്കാരം അടങ്ങിയില്ല അല്ലേ? എടാ, നിങ്ങൾക്ക് വേണ്ടത് കുലമഹിമയുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ അനന്തരാവകാശിയല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ ഒരു പാവപ്പെട്ട പെണ്ണിനെ നാട് കടത്തിയത്? കുലമഹിമയുള്ള കുടുംബത്തിൽ ഒരു പെണ്ണിനെ മരുമകളായിട്ട് കിട്ടി. പക്ഷെ ദൈവം നിങ്ങളെ ശിക്ഷിച്ചു, അത് മകനിലൂടെ. തോറ്റുപോയി പെരുമ്പടപ്പ് വിശ്വനാഥൻ. നിന്നെ ഇനി എനിക്ക് വേണ്ടടാ. കൊല്ലന്നെ. ജന്മം തന്ന ആള് നിന്നെ പാഴ്വരെ പറിച്ചു കളയുന്നത് നല്ലത്. വിശ്വസിക്കണോടി. ഇത്രത്തോളം വേണ്ടായിരുന്നു സുധി. ഇതായിരുന്നില്ല ഞാൻ മനസ്സിൽ കുറിച്ചിട്ടത്. പക്ഷെ അതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ തിരിച്ചടിച്ചു. എന്റെ കഴിവുകേട് സുധി സ്വയം ഏറ്റെടുത്തു. എന്നിട്ട് ഒരു അർഹതയില്ലാത്ത തന്നെ സുധി യോഗ്യതയുള്ളവളാക്കി. എന്റെ മനസ്സിൽ എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായില്ലേ? ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ ആ കുഞ്ഞിനെ സ്വീകരിക്കും. തടസ്സം പറയാൻ ആർക്ക് കഴിയും? ഇനി അവര് ഭയക്കാൻ പോകുന്നത് നിരഞ്ജനയാണ്. കഴിവുകെട്ട മകനെ ഉപേക്ഷിച്ച് താൻ പോകുമെന്നുള്ള പേടിയായിരിക്കും അവർക്ക്. നിരഞ്ജനെ എന്നിൽ പിടിച്ചു നിർത്താൻ, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവർ തന്നെ പറയും. സുധീനെ ശിക്ഷിക്കുകയാണോ? അല്ല, ഞാൻ സന്തോഷം അനുഭവിക്കുക. അച്ഛനോടും അമ്മയോടും എണ്ണി എണ്ണി കണക്ക് ചോദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എനിക്ക് അനുഭവിക്കണം. ഏത് ലഹരിയേക്കാളും ഞാൻ കൊതിക്കുന്നത് അതാ. നിരഞ്ജനിക്കിന് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ? എനിക്ക് എങ്ങനെ കഴിയും സുധി ഇവിടെ നിൽക്കാൻ? നിരഞ്ജനിക്ക് വേണ്ടത് കുഞ്ഞല്ലേ? അതിനെ നിരഞ്ജനയുടെ കയ്യിൽ കിട്ടിയാൽ സംതൃപ്തിയാവില്ല താൻ. പോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ തടയില്ല. നിരഞ്ജനയ്ക്ക് വേണ്ടി എനിക്ക് തരാൻ കഴിയുന്നത് ആ കുഞ്ഞിനെ മാത്രമാണ്. നിരഞ്ജന പോയാൽ എൻ്റെ ജീവിതം പഴയ നിലയിലേക്ക് പോകും. എനിക്ക് പിന്നെ അഭയം തേടാൻ മദ്യം മാത്രമേ ഉള്ളൂ. ഒരനാഥ കുഞ്ഞിനെ ഈ വീടിന്റെ പടി കടത്തിക്കൊണ്ടുവരാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൺമുന്നിൽ ആ കുഞ്ഞു വളരണം. അതിൻ്റെ മുഖം കാണുമ്പോൾ അവരുടെ ഉള്ളു നീറണം. അപ്പോൾ എനിക്കെൻ്റെ പക പൂർത്തിയാവും. നിരഞ്ജനയ്ക്ക് ഓമനിക്കാനും താലോലിക്കാനും ഒരു കുഞ്ഞിനെയും കിട്ടും. ഇവിടെ ജീവിച്ചുകൂടെ നിരഞ്ജനയ്ക്ക്? നമുക്ക് ജീവിക്കാൻ നിരഞ്ജന, നല്ല സുഹൃത്തുക്കളായി.
മറ്റൊരുത്തിക്ക് ഗർഭം ഉണ്ടാക്കിയവൻ പറയുന്നത് കേട്ടില്ലേ? അവനൊരു കുഞ്ഞിന്റെ അച്ഛനാവാൻ കഴിവില്ലെന്ന്. അവൻ പറഞ്ഞത് കള്ളമാണെന്ന് നമുക്കറിയില്ലേ? വിശ്വേട്ടനൊന്ന് അടങ്ങ്. എന്തു പറഞ്ഞു ഞാൻ അടങ്ങണപടി? പ്രതികാരമോ അവന്റെ മനസ്സിൽ? ഹ, വിവാഹത്തിന് അവൻ സമ്മതം മൂളിയത് എന്തിനാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇതുകൊണ്ട് അവൻ ഒന്നും നേടിയിട്ടില്ല. നമ്മളെ ഒന്ന് വിഷമവൃത്തത്തിലാക്കാൻ തുനിഞ്ഞതാ അവൻ. ഒരക്ഷരം ശബ്ദിക്കാതെ അവള് കേട്ടു നിന്നില്ലേ? നമ്മളെ പോലെ അവൻ അവളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ. അതിന്റെ ഷോക്കിലാവൾ. നമ്മളെന്തിനു ഭയപ്പെടണം? അവൻ ഒരു തകരാറുമില്ല. അവന്റെ ഈ കള്ളക്കളി ഞാൻ പൊളിക്കും. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അവന്റെ ഒപ്പം ജീവിക്കേണ്ടതും അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതും നിരഞ്ജനയാ. അവളുടെ മുന്നിൽ അവന് പിടിച്ചു നിൽക്കാനാവില്ല. ഇപ്പൊ അവനൊന്ന് ആഹ്ലാദിക്കട്ടെ. ഹലോ, ആരാണ്? ഹലോ, ഹലോ, ആരാന്ന് പറയൂ. ഞാൻ രേവതിയാ. ഏത് രേവതി? ഓ, നീയോ? രാജപ്പൻ ചേട്ടന്റെ മോളോ? നാട്ടിൽ ഞാനല്ലാതെ വേറെ ആമ്പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ? ഇപ്പൊ എന്താടി എന്നെ വിളിച്ചത്? വേറെ ആമ്പിള്ളേരെ ഒന്നും കണ്ടില്ലേ? ദിനേശൻ എന്ത് വേണമെങ്കിലും പറയാം. കേൾക്കാനുള്ള മനസ്സുണ്ടായിട്ടാ ഞാൻ വിളിച്ചത്. മറ്റൊന്നിനും വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. ഇനി കാണാനും ആഗ്രഹമില്ല. ദിനേശൻ പറഞ്ഞതായിരുന്നു ശരി. എനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ദിനേശൻ ക്ഷമിക്കണം. ഇപ്പൊ എന്താടി നിനക്ക് മാനസാന്തരം വന്നോ? നിന്റെ നമ്പർ എന്റെ അടുത്ത് വേണ്ട. അത് ഈ ദിനേശന്റെ അടുത്ത് ചെലവാകത്തില്ല. എന്റെ മനസ്സിൽ ഒരു ഉദ്ദേശവും ഇല്ല. തെറ്റ് ബോധ്യമായപ്പോ ദിനേശനോട് മാപ്പ് പറയണമെന്ന് തോന്നി. അത് ഞാൻ ചെയ്യുന്നു. ആ, നിങ്ങളിപ്പോ എവിടെ ഉണ്ടടി? റോസ്മലയില്. റോസ്മല? ശരി ദിനേശ. നിന്റെ ചേച്ചി അർച്ചനയുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. ഇല്ലേ? ഇനി എനിക്കൊന്നും ദിനേശനോട് പറയാനില്ല. ഹലോ, ഹലോ. ശ്ശേ, കട്ടായല്ലോ. ആരേ ദിനേശൻ? നാട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ടാ. നീ ഫോൺ എടുക്ക. വേണ്ട ചേച്ചി, അതൊരു കഴിഞ്ഞ കഥയാ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു? ദിനേശനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയി. മുഷിഞ്ഞാ പിരിഞ്ഞത്. അവൻ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു മൊബൈൽ ഷോപ്പിലെ സെയിൽസ്മാനാ. ഇപ്പൊ എന്താ അവൻ നിന്നെ വിളിക്കാൻ കാരണം? ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. ദിനേശനോട് ക്ഷമ പറയണമെന്ന് തോന്നി. എന്നിട്ട് സംസാരിച്ചില്ലേ? മാപ്പ് പറഞ്ഞിട്ട് ഫോൺ വച്ചതാ. ദിനേശൻ തിരിച്ചു വിളിച്ചതാ. കേട്ടിട്ട് അവൻ നല്ല പയ്യനാണെന്ന് തോന്നുന്നു. അതെ അച്ചുവേച്ചി, എനിക്കിനി ഒരിക്കലും
ദിനേശന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല. ഞാനിപ്പോ വിളിച്ചതിന് തന്നെ ദിനേശൻ മറ്റൊരർത്ഥമാ കണ്ടത്. നിങ്ങൾ തമ്മിൽ പിണങ്ങാനുള്ള കാരണം എന്താ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നിശ്ചയിച്ചപ്പോ എല്ലാരെയും കബളിപ്പിച്ച് ദിനേശന്റെ കൂടെ ഒളിച്ചോടാൻ ഞാൻ ചെന്നു. അച്ഛൻ കൊണ്ടുവച്ച പൈസ എടുത്തുകൊണ്ടാ ഞാൻ പോയത്. അച്ചുവേച്ചി ഓർക്കുന്നില്ലേ അന്ന് 10 ലക്ഷം രൂപ കാണാതെ അച്ഛൻ ബഹളം വെച്ചത്? ദിനേശൻ എന്നെ കണക്കറ്റ് പരിഹസിച്ചു വിട്ടു. അതിന്റെ വാശിയില ഞാൻ സജീവമായിട്ട് അടുത്തത്. അന്ന് ദിനേശൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഇന്നാ എനിക്ക് മനസ്സിലായത്. നീ അത് തിരിച്ചറിഞ്ഞല്ലോ മോളെ. ഇത്രയൊക്കെ കേട്ടിട്ടും അച്ചുവേച്ചിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നല്ലോ. നീ എന്റെ അനിയത്തിയല്ലേ മോളെ. കേട്ടിട്ട് ദിനേശൻ നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട പയ്യനാ. അവന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ചേച്ചി ആ വഴിക്കൊന്നും ചിന്തിക്കരുതേ. നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും അങ്ങനൊരു വിധി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കും മോളെ. അച്ചുവച്ചല്ലേ പറയുന്നേ. അവൻ അത്ര പെട്ടെന്നൊന്നും നിന്നെ മറക്കാൻ പറ്റില്ല. കാത്തിരിക്കാൻ അവന് മനസ്സുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ അവനെ കൊണ്ടുവരും. അച്ചുവച്ച് മാത്രമേ ഭാഗ്യം കിട്ടവളായിട്ടുള്ളൂ. എന്റെ അനിയത്തിമാരെല്ലാം ഭാഗ്യമുള്ളവരാ. അച്ചുവേച്ചി കരയാതെ. ഏട്ടൻ എത്തിന്ന് തോന്നുന്നു. സുധി പോയോ? അവൻ പോയി. നിരഞ്ജന മുകളിലുണ്ട്. എന്തായാലും നാണം കെട്ട കളിയായി പോയി അവൻ്റെത്. ഛേ, അവൻ അത്രേ ബുദ്ധിയുള്ളെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. അർച്ചന പ്രഗ്നന്റ് ആവാതിരുന്നെങ്കിൽ എല്ലാവരും അവൻ പറഞ്ഞത് വിശ്വസിച്ചാലേ. അതേ ഏട്ടാ, വിശ്വസിച്ചു പോവില്ലേ? അവൻ ഏത് ഡോക്ടറെ ചെന്ന് കണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എന്തിനാ അത് അന്വേഷിക്കുന്നേ? പറഞ്ഞത് കള്ളമാണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? ഞങ്ങളെ വിഷമിക്കുന്നത് അവന് കാണണം. അതിനപ്പുറം ഒന്നും അവൻ ചിന്തിക്കുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. കുറച്ചു കാലം നിങ്ങളെ തീറ്റിക്കാനല്ല അവന്റെ ഉദ്ദേശം. ജീവിതകാലം മുഴുവനും നിങ്ങളെ ശിക്ഷിക്കാനാണ്.